ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിന്റെ ദാസനായി തീർന്ന യേശുക്രിസ്തു എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പിതാവായ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചും കർത്താവ് അനുഭവിച്ച കഷ്ടത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പലവിധമായിരിക്കുന്ന ഉപദേശങ്ങളും തെറ്റിദ്ധാരണകളും ഇന്ന് ക്രിസ്ത്യൻ ലോകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയമൊന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വിഷയത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ഏവരെയും അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ സത്യം ഗ്രഹിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പറയുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയും ശക്തിപ്പെടുത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസനായി തീർന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രിസ്തീയ ലോകത്തിലെ അനേകരായിരിക്കുന്ന ദൈവമക്കൾക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല ലക്ഷ്യമോ കാഴ്ചപ്പാടോ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളായിരിക്കുന്ന ഒരു ജീവിത ശൈലിയോ ജീവിത രീതിയോ പുലർത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് കാണാനായിട്ട് പറ്റും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു എന്നാ പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തമാണ് അപ്പോസ്തലനായ പൗലോസിന് ലോകത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു, യഹൂദ മതത്തിൽ വലിയ ഉന്നത സ്ഥാനത്ത് എത്താമായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, മാത്രമല്ല വലിയ ജ്ഞാനിയായിരുന്നു, ന്യായപ്രമാണത്തില് അനിഷേധ്യനായിരുന്നു നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ഇങ്ങനെ എല്ലാം ഉള്ള മനുഷ്യൻ പറയുകയാണ്, എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനെല്ലാം ഛേദം എന്ന് എണ്ണുന്നു, എല്ലാം എണ്ണുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന ശരിയായ പരിജ്ഞാനം നേടാത്തത് കൊണ്ടായിരിക്കാം നമ്മളെപ്പോലെ പലരും, അനേകരും, ഞാനടക്കമാട്ടോ പറയുന്ന പലരും എല്ലാം ത്യജിച്ച് അല്ലെങ്കിൽ ഒന്നും ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ മനസ്സ് വയ്ക്കാത്തത് എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ കർത്താവിനെ കുറിച്ച് ശരിയാവണ്ണം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? സകലവും ചേരുമെന്ന് എന്നും ലാഭമായിരുന്നൊക്കെ ചേരുമെന്ന് എണ്ണി ആ കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കും. അപ്പൊ ആ കർത്താവിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ചിലപ്പോൾ ഈ വീഡിയോ ഒരല്പം ദൈർഘ്യം വന്നു പോകും കേട്ടോ, നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. എന്നാലും 2 വീഡിയോ ആയിട്ട് ഇടാനില്ല, ഒരു വീഡിയോയിൽ തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എൻ്റെ കേൾവിക്കാരെയും പറയാൻ തക്കവണ്ണം എന്നെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ക്രിസ്തു ആരായിരുന്നു എന്ന് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തു ആരായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർവ്വ മഹത്വം അല്ലെങ്കിൽ പൂർവ്വ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന് വിളിച്ചിരിക്കുന്ന ഒരു പേരാണല്ലോ ദൈവവചനം എന്നുള്ളത്. അവന് ദൈവവചനം എന്ന് പേർ. തന്നെയല്ല, യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലും ഒക്കെ ആ കർത്താവിനെ ദൈവവചനമായിട്ട് പരിചയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണ് നമുക്ക് തിരുവെഴുത്തിലെ ശ്രദ്ധയോടെ വായിച്ചാൽ കാണാൻ കഴിയുന്നത്, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഹീബ്രു ഭാഷയിലൊക്കെ ദാവാർ എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്കാണ് ഈ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ലോഗോസ് എന്നും റീമ എന്നും തർജ്ജമ ചെയ്തിരിക്കുന്നത്. ദൈവവചനത്തിന് 2 ഗ്രീക്ക് വാക്കുകളാണുള്ളത്, ലോഗോസ് എന്നും റീമ എന്നുള്ളതായിരിക്കുന്ന വാക്കാണ്. ഈ ദാവാർ എന്നുള്ളതായിരിക്കുന്ന ആ ഹീബ്രു വാക്ക് പഴയ നിയമത്തില് 394 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തില് ലോഗോസ് റീമ എന്നുള്ളതായിരിക്കുന്ന വാക്കുകൾ റീമ 700-ലധികം പ്രാവശ്യവും അതുപോലെ തന്നെ ലോഗോസ് 300-ലധികം പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോഗോസ്, ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവവചനം, ലോഗോസ്, അതാണ് നമ്മുടെ കർത്താവിന്റെ പേര്. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ ദൈവവചനം എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് ശരിക്കും പണ്ഡിതന്മാര് വ്യാഖ്യാനം കൊടുക്കുന്നത് അതിന്റെ മൂലഭാഷയായിരിക്കുന്ന ഹീബ്രു, അതിൽ നിന്ന് വന്നായിരിക്കുന്ന ഗ്രീക്ക് തർജ്ജമകളിലൊക്കെ പണ്ഡിതന്മാര് അതിന് കൊടുക്കുന്നതായിരിക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ലോഗോസ് എന്ന് പറഞ്ഞാൽ ഉച്ചാരണം, പ്രസ്താവന, പ്രഖ്യാപനം, ഭാഷണം, പ്രതിപാദ്യം, സിദ്ധാന്തം, യുക്തി എന്നീ വ്യത്യസ്ത അർത്ഥങ്ങൾ ലോഗോസിനുണ്ടെന്നാണ് അവർ പറയുന്നത്.
ഞാൻ ഒന്നുകൂടെ പറയാം. ഉച്ചാരണം, പ്രസ്താവന, പ്രഖ്യാപനം, ഭാഷണം, പ്രതിപാദ്യം, സിദ്ധാന്തം, യുക്തി എന്നിങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ ലോഗോസിനുണ്ട്. അപ്പൊ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ വിളിക്കുന്നത് ലോഗോസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എന്നാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ വിളിക്കുന്നത് കാണാനായിട്ട് പറ്റും. യോഹന്നാൻ ക്രിസ്തുവിന്റെ പേരായിട്ട് ലോഗോസിനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ യോഹന്നാന്റെ അപ്പം നമ്മൾ വായിക്കുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ദൈവത്തിന്റെ ശബ്ദം അഥവാ പ്രസ്താവനകൾ ആയിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ദൈവത്തിന്റെ ശബ്ദം അഥവാ പ്രസ്താവനകൾ ആയി ക്രിസ്തുവിനെ പുതിയ നിയമം വെളിപ്പെടുത്തുന്നു. ആ ശബ്ദമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്നത് എന്ന് കാണാനായിട്ട് പറ്റും. സകലവും ഉണ്ടാകട്ടെ, അതുണ്ടാകട്ടെ, ഇതുണ്ടാകട്ടെ, ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഉച്ചാരണം, പ്രസ്താവന, പ്രഖ്യാപനം, ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്ന് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ആ വിഷയങ്ങളൊന്നും അധികം നിൽക്കുന്നില്ല. അതൊക്കെ സംസാരിക്കാൻ നല്ല പണ്ഡിത്യമുള്ളവരുണ്ട്, എന്നെക്കാൾ കഴിവുള്ളവരുണ്ട്. എനിക്ക് അത്രത്തോളം ഒന്നും ഗ്രീക്കും ഹീബ്രു ഒന്നും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഇതൊക്കെ വായിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ ദൈവത്തിന്റെ ശബ്ദമായിരുന്നവനാണ് മനുഷ്യ വേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവശബ്ദം ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആയിരുന്നു. പ്രപഞ്ചത്തെ തന്നെ ഉണ്ടാക്കിയ ദൈവശബ്ദം എന്ന് പറയുന്നത്, ആ ഉച്ചാരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുന്നത് അറിയാമല്ലോ. ലോഗോസ് ജഡം ധരിച്ച് ഭൂമിയിൽ വന്നു എന്നാണ് പറയുന്നത്. ലോഗോസ്, അവൻ ദൈവമായിരുന്നു. ആ ലോഗോസ് ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു? ആ ലോഗോസ് അഥവാ ദൈവ വചനമാകുന്ന അവൻ ജഡം ധരിച്ച് ലോകത്തിലേക്ക് വന്നു. അവൻ ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. യോഹന്നാന്റെ സുവിശേഷം, ആ വാക്യങ്ങൾ എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. 1 മുതൽ 4 വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നോക്കിയേ, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ ഈ വചനം എന്ന് കൊടുത്തിരിക്കുന്ന ആ കാര്യത്തെയാണ് ഈ ലോഗോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോഗോസ് അതായത് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ഉച്ചാരണം, പ്രസ്താവന, പ്രഖ്യാപനം, ഭാഷണം, പ്രതിപാദ്യം, സിദ്ധാന്തം, യുക്തി എന്നിങ്ങനെയെല്ലാം ഉണ്ടായിരിക്കുന്ന ആ വിധത്തിൽ അതിന് അർത്ഥം കൊടുക്കാം. അപ്പൊ ആ വചനം, ദൈവത്തിന്റെ ശബ്ദമായിരുന്ന വചനം, ആ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. കണ്ടോ? അപ്പൊ ഈ വചനമാകുന്ന ലോഗോസ് ആണ്, വചനമാകുന്ന ലോഗോസ് അല്ല, ലോഗോസ് ആകുന്ന ഈ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദമായിരുന്ന ആ ശബ്ദമാണ് എന്ത് ചെയ്തത്? ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചത്. ആ സകലവും അവൻ മുഖാന്തരം ഉളവായി. കണ്ടോ? യോഹന്നാൻ പറഞ്ഞു വന്നിട്ട് ആ വചനത്തെ അവൻ എന്ന് അടുത്ത ഇതിലേക്ക് വരുമ്പോൾ മാറ്റി പറയുന്നുണ്ടോ? അവൻ, വചനം ഒരു വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ ലോഗോസ് എന്നുള്ളതായിരിക്കുന്ന ആ ദൈവത്തിന്റെ വചനം ആണ് ജഡം ധരിച്ച് ഭൂമിയിൽ വന്നതായിരിക്കുന്ന ക്രിസ്തു എന്ന് നമ്മളോട് വായിക്കുന്നു. അതിന്റെ 9-10 വാക്യങ്ങൾ അതും കൂടെ ഞാൻ വായിക്കാം. യോഹന്നാന്റെ 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളമായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കുന്ന കാര്യമാണ്. ആ സൃഷ്ടികർത്താവായിരിക്കുന്നു നമ്മുടെ കർത്താവ്, ദൈവത്തിന്റെ വചനമായിരുന്നു, ലോഗോസ് ആയിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യം. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു.
സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കണ്ടോ, ഈ പ്രപഞ്ചവും ഇതിലുള്ളതും സകല അധികാരങ്ങളും സകല വാഴ്ചകളും എല്ലാം ആര് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ മുമ്പേ ഉള്ളവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇവിടെ വായിക്കുമ്പോൾ എന്താണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും എന്ന് മലയാളം വിവർത്തനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ദൈവം സൃഷ്ടിച്ചത് ക്രിസ്തുവിനെയാണ് എന്നൊക്കെ ഒരു വ്യാഖ്യാനമുണ്ട്. വെറും മണ്ടത്തരം കേട്ടോ. ക്രിസ്തു സൃഷ്ടാവാണ്, അല്ലാതെ പിന്നെ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടവനല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിതാവാണ്, ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടവനല്ല. അത് മനസ്സിലാക്കണം. ഈ ആദ്യജാതൻ എന്നുള്ളതിന്റെ മൂലഭാഷയിൽ നിന്ന് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ എന്നുള്ള അർത്ഥമാണ്. എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ, എല്ലാത്തിനും അവകാശി എന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണ് ഈ ആദ്യജാതം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ മലയാളം വിവർത്തനത്തിൽ വന്ന പ്രശ്നങ്ങളാണെന്നേ. അപ്പൊ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ? നമ്മുടെ കർത്താവിന്റെ പൂർവ്വ അവസ്ഥ എന്തായിരുന്നു എന്ന്? സകലവും സൃഷ്ടിച്ചവൻ, സകലവും പരിപാലിക്കുന്നവൻ, ദൈവത്തിന്റെ ശബ്ദമായിരിക്കുന്നവൻ, ദൈവത്തോട് കൂടെയായിരുന്നവൻ, ദൈവത്തിന് തുല്യനായിരിക്കുന്നവൻ, അല്ലെ? അതെല്ലാം ഞാൻ താഴേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഞാൻ തെളിവുകൾ തരുന്നുണ്ട്. അപ്പൊ അതെല്ലാമായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതായിരിക്കുന്ന സത്യം. ആരും വിസ്മരിക്കുകയില്ല, ആരും മറന്നു പോകുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. എന്നാൽ ഞാൻ രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർവ്വ മഹത്വത്തെ കുറിച്ചാണ്. ചുരുക്കമായിട്ട് പറഞ്ഞോളൂ. എത്രത്തോളം എന്നെ കേട്ടവർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്നാൽ രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്, ദാസരൂപത്തിലുള്ള പൂർണ്ണ മനുഷ്യത്വം എടുത്തവനാണ് ഈ ലോഗോസ്. ദാസരൂപത്തിലുള്ള പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വന്നവനാണ്. പൂർണ്ണ മനുഷ്യൻ ദാസരൂപത്തിലാണ് വന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ദാസനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആരുടെ ദാസൻ? ദൈവത്തിന്റെ ദാസനായിട്ടാണ് വന്നത്. ദൈവത്തോടു കൂടെയുള്ളവൻ, ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമത്വമുള്ളവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ദൈവത്തിന്റെ കേവലം ഒരു ദാസൻ, ഒരു ദാസ്യവൃത്തി, ദൈവത്തിന് വേണ്ടി ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ അത്രത്തോളം താഴ്ന്നാണ് വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. പഴയ നിയമ പ്രവചനങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാമേ. ആ വാക്യങ്ങളിലൊക്കെ പറയുന്നത് എന്തറിയാമോ? പറയുന്നത് കർത്താവിന്റെ ജനനം മുൻകൂട്ടി പ്രവചിച്ച സമയത്ത് തന്നെയും പറഞ്ഞത് അവൻ ദൈവത്തിന്റെ ദാസനായിരിക്കും, ദാസനായിട്ട് ഭൂമിയിലേക്ക് വരും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. യെശയ്യാ പ്രവചനം അതിന്റെ 42-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. കണ്ടോ, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. എന്നിട്ട് പറയാണ്, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, ധൈര്യപ്പെടുകയില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. നോക്കിയേ, അത്ര ശ്രേഷ്ഠനായി തീരാൻ യോഗ്യതയുള്ളതായിരിക്കുന്ന ഈ പുത്രൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ദൈവം പറഞ്ഞെന്താ? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിന്റെ അവന് മേൽ വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ യെശയ്യാവ് 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതിന്റെ 19-ാം വാക്യം കൂടെ ഞാൻ വായിക്കാം. എൻ്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ. നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളിൽ പറയുന്ന പല പ്രവചന വാക്യങ്ങൾ, എല്ലാത്തിലുമല്ല, പല പ്രവചന വാക്യങ്ങളിൽ എന്തെന്നാ പറയുന്നത്? ദൈവത്തിന്റെ ദാസൻ, എൻ്റെ ദാസൻ. അപ്പം ആ കർത്താവിന്റെ പൂർവ്വ മഹത്വം ചിന്തിച്ചിട്ട് നമ്മൾ ഈ താഴത്തെ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങള്, രണ്ടാമത്തെ കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ദൈവത്തിന്റെ ദാസനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്ന് കാണാനായിട്ട് പറ്റും. ഇതേ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ
വാക്യം, 53 അധ്യായം 11 വാക്യം. 53 അധ്യായം യെശയ്യാവ് 53 എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും മരണത്തെയും കഷ്ടാനുഭവത്തെയും ഒക്കെ മരിച്ചടക്കിനെയും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രതിപാദിക്കുന്നതായിരിക്കുന്ന ഒരു അധ്യായമാണ് യെശയ്യാ പ്രവചനം 53 അധ്യായം. അവിടെ നമ്മുടെ കർത്താവിനെ എങ്ങനെയാ പരിചയപ്പെടുന്നത് നോക്കിയേ. 53:11 നോക്കിയേ. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അപ്പൊ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ ഈ പഴയ നിയമത്തിൽ ലോകത്തിലേക്ക് അയക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തപ്പോൾ തന്നെ ആ അയക്കപ്പെടുന്നതായിരിക്കുന്ന മശിഹ, യഹൂദന്മാരുടെ മശിഹയായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഒരു ദാസന്റെ വേഷത്തിലേക്ക് അയക്കുമെന്നാണ്, ഒരു ദാസ്യ വൃത്തിയിലേക്ക് അയക്കുമെന്നാണ്, ഒരു ദാസനായി തീരുവൻ ഭൂമിക്ക് വേണ്ടി നൽകും എന്നാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കണം. ഫിലിപ്പിയ ലേഖനത്തില് നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഫിലിപ്പിയ ലേഖനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കുന്ന വാക്യമാണ്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തുകൊണ്ട്, ഇവിടെയും പറയാ കർത്താവ് എങ്ങനെയാ ലോകത്തിലേക്ക് വന്നേ? ദൈവത്തിന്റെ ദാസനായിട്ട് ദാസരൂപം എടുത്ത്. ദൈവത്തിന്റെ ദാസൻ ഭൂമിയിൽ വന്നിട്ട് ശ്രേഷ്ഠനായിട്ട് കാണിച്ചോ? ഇല്ലല്ലോ. ദൈവത്തിന്റെ ദാസനായി ഭൂമിയിലേക്ക് വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴും എല്ലാവരുടെയും ദാസൻ എന്നുള്ളതായിരിക്കുന്ന നിലയിലെ പ്രവർത്തിച്ച്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അതായത് അന്ത്യ സമയത്ത് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം നിറച്ച് അപ്പോസ്തലന്മാരുടെ കാല് കഴുകുന്ന ആ ദാസനെ കണ്ടോ നിങ്ങള്? ആ ദാസനെ കണ്ടോ? അപ്പൊ കർത്താവ് ദൈവത്തിന്റെ ദാസനാണെന്ന് മാത്രമല്ല, ഭൂമിയിൽ വന്നപ്പോൾ താൻ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നവനാണ്, ശുശ്രൂഷ ഏൽക്കാൻ വേണ്ടി വന്നവനല്ല, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നവനാണ്. നമ്മുടെ കർത്താവ് ദാസനായിട്ടാണ് വന്നത്. അപ്പോൾ പറയാ ദൈവരൂപത്തിൽ ഇരിക്കെ നോക്കി. അവിടെ പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കും. അവൻ ദൈവരൂപത്തിലിരിക്കെ. ആരാ? നമ്മുടെ കർത്താവ് ദൈവമായിരിക്കെ. ദൈവരൂപം എന്നൊക്കെ പറയാം ദൈവമായിരിക്കെ എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു അവസ്ഥ വിട്ട് എനിക്ക് താഴേക്ക് പോകാൻ, ആ ഒരു സ്ഥിതിയിൽ നിന്ന് താഴെ തട്ടിലേക്ക് പിന്നെ അധംപതിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നില്ല എന്നാ പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നോക്കിക്കുക, അനുസരിക്കുന്നത് ആരുടെ സ്വഭാവ? ദാസന്റെ സ്വഭാവം അല്ലേ? യജമാനെ അനുസരിക്കുക എന്നുള്ളതല്ലേ ദാസന്റെ സ്വഭാവം. ഇവിടെ പറയുന്നു നോക്കിയേ, ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ദൈവഹിതത്തിന് മുഴുവനായിട്ടും തന്നെ വിധേയപ്പെടുത്തി ഒരു മനുഷ്യനായി ദാസനായി ഭൂമിയിലേക്ക് വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. മത്തായി സുവിശേഷത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. മത്തായി സുവിശേഷം അതിന്റെ 12-ാം അധ്യായത്തില് ഇങ്ങനെ വായിക്കുന്നു. മത്തായി 12-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ളതായിരിക്കുന്ന വാക്യം. അവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കുക. 17 മുതൽ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല. ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ച യെശയ്യാ പ്രവചനത്തിലെ. അപ്പൊ യെശയ്യാ പ്രവാചകൻ ആരെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ദൈവത്തിന്റെ ദാസനായിട്ടാണ്. ഭൂമിയിൽ തന്റെ ശുശ്രൂഷ കാലത്ത് തൻ്റെ സഹശിഷ്യന്മാരുടെ മുമ്പിൽ പോലും താൻ ഒരു ദാസന്റെ വേഷമാണ് അണിഞ്ഞിരുന്നത് എന്നുള്ളത് നമ്മൾ ആരും വിസ്മരിക്കരുത്, മറക്കരുത്. പത്രോസ് എല്ലാം തന്റെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവിന് പരിചയപ്പെടുന്നത് എങ്ങനെ അറിയാവോ? പത്രോസൊക്കെ പ്രസംഗത്തിൽ പരിചയപ്പെടുന്നത് ഇതേ വാക്ക് പറഞ്ഞുകൊണ്ടാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
അപ്പോസ്തലപ്രവൃത്തി 3:13 അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നമ്മുടെ എന്താണ് പിതാക്കന്മാരുടെ ദൈവമായവൻ തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. പത്രോസ് എന്ന് പറയുന്ന കർത്താവിനെ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ അതിന്റെ 26 വാക്യത്തിൽ വീണ്ടും അത് പറയുന്നുണ്ട്. 26 ഭൂമിയിൽ നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ അത് നമ്മൾ ശ്രദ്ധിക്കണം. എഴുന്നേൽപ്പിച്ചത് ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങളിൽ തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ അയച്ചിരിക്കുന്നു. ഇനിയും വാക്യങ്ങളുണ്ട്. 4-ാം അധ്യായത്തിന്റെ 27 പറയുന്നത്, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി. അതിന്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു, എന്താണ്, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പൂർണ്ണ ധൈര്യത്തോടെ കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പൊ ഇവിടെയെല്ലാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ദൈവത്തിന്റെ ദാസനായിട്ട് വന്നവൻ, ദൈവത്തിന്റെ ദാസനായിട്ട് ഭൂമിയിൽ ജനിച്ചവൻ എന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ലോകത്തിലുള്ളായിരിക്കുന്ന അനേകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു ദൈവമല്ലേ? അതെ. പിന്നെ ദൈവമായിരുന്ന യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തോട് ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും കരയുകയും അല്ലെ? പലപ്പോഴും കരഞ്ഞില്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാണ് പിതാവായ ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്തത്? അപ്പൊ പിതാവായ ദൈവത്തെക്കാളും ചെറിയ ഒരു കുട്ടി ദൈവമല്ലേ നിങ്ങളുടെ ക്രിസ്തു എന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഈ മേലയ്ക്കുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഇവിടെ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവമായിട്ടല്ല. അത് മനസ്സിലാക്കണം. യേശു ക്രിസ്തു ദൈവമാണ്. കഴിഞ്ഞ നിത്യതയിൽ ദൈവമാണ്. സകലവും സൃഷ്ടിച്ച ദൈവമാണ്. എല്ലാത്തിനും കാരണഭൂതനായവനാണ്. എല്ലാം തൻ്റെ ഹിതപ്രകാരം തനിക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ്. അങ്ങനെ ആയിരുന്നവൻ മനുഷ്യവേഷത്തിൽ ദാസരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. കേവലം മനുഷ്യൻ മാത്രമായി ഭൂമിയിലേക്ക് വന്നു. താൻ ഈ ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ വേണ്ടി ഒരു ദാസനെ പോലെ അനുസരിക്കുകയായിരുന്നു. ഒരു മനുഷ്യനായിരുന്ന ക്രിസ്തു മനുഷ്യനായി തീർന്ന ക്രിസ്തു പിന്നെ എന്താ ചെയ്യേണ്ടത്? പിതാവായ ദൈവത്തെ ദൈവമേ പിതാവേ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണ്ടേ? പിതാവായ ദൈവത്തോടല്ലാതെ പിന്നെ ആരോട് പ്രാർത്ഥിക്കണ്ടേ? പിതാവായ ദൈവത്തോടല്ലാതെ തന്റെ വിഷമങ്ങൾ ആരോട് പറയേണ്ടത്? തന്നെ ഉറച്ച നിലവിളിയോടും അപേക്ഷയോടും യാചനയോടും കൂടെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് നിലവിളിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ഒരു ദാസനായി തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി കുറെ ദൈവത്വവും കുറെ മനുഷ്യത്വവും, അപ്പോൾ കുറെയൊക്കെ ദൈവത്വം ഉള്ളിൽ വെച്ചിട്ട് ബാക്കി കുറെ മനുഷ്യത്വവും കൂടി ചേർന്ന് എന്നല്ല. ഇവിടെ തന്റെ ദൈവത്വത്തെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ദാസനായി, സമ്പൂർണ്ണ ദാസനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് വന്നത്. അപ്പോൾ ഒരു ദാസനായി വന്ന കർത്താവ് ഒരു യഹൂദൻ നിലവിളിക്കുന്ന പോലെ നിലവിളിക്കുന്നു, ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നു, ഒരു യഹൂദൻ തൻ്റെ സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ യാചിക്കുന്ന പോലെ യാചിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കർത്താവ് ചെയ്തത് ദൈവത്വം പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നിട്ടല്ല ഇത് ചെയ്യുന്നത്. ദൈവത്വം പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് ഇതൊന്നും ചെയ്യണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പൂർണ്ണ ദാസനായിട്ടാണ് വന്നത്, പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നത്. ഒരു മനുഷ്യന്റെ എല്ലാവിധമായിരിക്കുന്ന ബലഹീനതകളും എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുന്നില്ലേ? പാപമൊഴികിയ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ എന്നൊക്കെ പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? സകലത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും. ഒരു മനുഷ്യന്റെ സകല ബലഹീനതകളും സകല രോഗങ്ങളും സകല വിധമായിരിക്കുന്ന പട്ടിണി മറ്റു പ്രയാസങ്ങള് എല്ലാം കർത്താവ് രൂപിപ്പാൻ തക്കവണ്ണം പരിപൂർണ മനുഷ്യനായിട്ട് വന്ന്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ
പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് അവർ ദാസരൂപം എടുത്തു എന്ന് പറയുന്നത്. അവൻ ദൈവമായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ ധരിക്കുന്നവർക്കാണ് ആകെ കൺഫ്യൂഷൻ ആവുന്നത്. യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ എങ്ങനെ കരയുന്നത്? ദൈവമാണെങ്കിൽ പിന്നെ എങ്ങനെയാ ക്രൂശിൽ മരിക്കുന്നത്? ദൈവമാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ലാസറിന്റെ കല്ലറയിൽ പോയി കരഞ്ഞത്? ഇതെല്ലാം ചോദിക്കുന്നത് യേശു ക്രിസ്തു ദൈവമായി തന്നെ ഭൂമിയിലേക്ക് വന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആ ചിന്ത ഒന്ന് മാറ്റിവെക്കുക, അശേഷം മാറ്റിവെക്കുക. എന്നിട്ട് യേശു ക്രിസ്തു ദാസനായി പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്, അവതരിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് അറിയാമോ? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്തില്ലേ? ഈ അത്ഭുതങ്ങൾ ചെയ്തത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരു മനുഷ്യനെ കൊണ്ട് അത് സാധ്യമാകുമോ? കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ എന്തല്ലോ എത്രമാത്രം രോഗികളെ, ഏത് വിധമായിരിക്കുന്ന രോഗികളെ സൗഖ്യമാക്കി, എത്രമാത്രം ഭൂതങ്ങളെ പുറത്താക്കി, എന്തുമാത്രം അത്ഭുതങ്ങൾ ചെയ്തു അല്ലെ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി. അതും പോരാതെ മരിച്ചവരെ പോലും ഉയർപ്പിച്ചില്ലേ? അപ്പൊ പിന്നെ ദൈവമല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? അടുത്ത ചോദ്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് ചെയ്തതിന് ഏറ്റവും വലിയ അത്ഭുതം ഏതാ? ഏറ്റവും വലിയ അത്ഭുതം ഏതാ? നിങ്ങൾ പറ. നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും വലിയ അത്ഭുതം മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. ലാസറിനെയും അല്ലെ, വിധവയുടെ മകനെയും ഒക്കെ ആ മരിച്ചവരെ ഉയർപ്പിച്ചതാണ് ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത്. ഇത് വേറെ ആരും ചെയ്തിട്ടില്ലയോ? ഭൂമിയിൽ മനുഷ്യരായി ജനിച്ച ആരും ചെയ്തിട്ടില്ലയോ? ഏലിയ പ്രവാചകൻ ചെയ്തോ? മരിച്ചവരെ ഉയർപ്പിച്ചോ? ഏലിശ പ്രവാചകൻ മരിച്ചവരെ ഉയർപ്പിച്ചോ? ഏലിശയും ഏലിയാവും ദൈവമായിരുന്നു കൊണ്ടാണോ അത് ചെയ്തത്? ആണോ? നിങ്ങൾ പറ. അല്ല. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ഒന്നും ചെയ്തത് ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ചല്ല, ദൈവമായിരുന്നത് കൊണ്ടുമല്ല. താൻ അങ്ങനെ ധരിച്ച് തെറ്റായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നവരോടാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കർത്താവ് തന്നെ തന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞറിയുന്ന കാര്യങ്ങൾ നോക്കുക. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. മർക്കോസ് 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നോക്കിയേ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയല്ലോ കർത്താവെ, ക്ഷണത്തിൽ ഉണങ്ങിപ്പോയല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു കർത്താവെ എന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ പറയാണ്, ആരെങ്കിലും എന്നെ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന ആരെങ്കിലും മനസ്സിൽ സംശയിക്കാതെ ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലെ? കർത്താവിന്റെ ശിഷ്യന്മാർ അങ്ങനെ പറഞ്ഞ സംഭവിക്കുന്നില്ലേ കർത്താവ് പറഞ്ഞേ? അപ്പൊ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത് ദൈവമായിരുന്നുകൊണ്ടാണോ? നിങ്ങൾ ചിന്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 8 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നോക്കുക. ഫിലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. നോക്കിക്കേ, പിതാവ് എവിടെയുണ്ട്? പുത്രനിൽ വസിക്കുന്നുണ്ട്. ആ പുത്രനിൽ വസിച്ചുകൊണ്ട് പിതാവ് പറയാൻ തരുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ. അപ്പം ശിഷ്യന്മാര് മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ? ഇല്ലേ? ശിഷ്യന്മാരെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ നടത്തിയില്ലേ? അത് ദൈവമായിരുന്നുകൊണ്ടാണോ ചെയ്തത്?
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവമായതുകൊണ്ടാണോ? അല്ല. ഇവിടെ പറയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നോക്കിയേ, ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതിനേക്കാളും വലുത് എന്റെ ശിഷ്യന്മാര് ചെയ്യുമെന്ന്, നിങ്ങൾ ചെയ്യുമെന്നാ പറയുന്നത്. അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും വീര്യപ്രവൃത്തികളും ആ അതൊന്നും തന്നെ അതൊന്നും തന്നെ താൻ ദൈവമായതിന്റെ ഭാഗമായിട്ട് ചെയ്തതല്ല, താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയും ചെയ്തതല്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയക്കപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ് എന്ന് യഹൂദന്മാർ വിശ്വസിക്കേണ്ടതിനാണ് ദൈവം ഈ അടയാളങ്ങളെ ചെയ്യാൻ തക്കണം നമ്മുടെ കർത്താവിന് അധികാരം കൊടുത്തത്, അനുവാദം കൊടുത്തത്. ദൈവത്തിന്റെ വേഷം ധരിച്ച് ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടല്ല കർത്താവ് കടലിനെ ശാന്തമാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കുക, പത്രോസിന് വേണമെങ്കിൽ കടലിന്റെ മുകളിൽ നടന്ന് ഈ കർത്താവിന്റെ അടുക്കിലേക്ക് വെള്ളത്തിൽ നടന്ന് ഈ കർത്താവിന്റെ അടുക്കിലേക്ക് വരാമായിരുന്നു. പത്രോസിന്റെ അവിശ്വാസമാണ് പത്രോസിനെ വീഴ്ച കളഞ്ഞത്. അതെങ്ങനെയാ? കർത്താവിന്റെ അടുക്കൽ വെള്ളത്തിൽ കൂടെ നടന്നു വരാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ പത്രോസിന് അത് കഴിയും, കാരണം അവന്റെ വിശ്വാസം ഉറപ്പുള്ളതാണെങ്കിൽ കഴിയുമായിരുന്നു എന്ന് കർത്താവിന് അറിയാമായിരുന്നല്ലോ. അതെല്ലാ ശിഷ്യന്മാർക്കും കഴിയും. എന്നാൽ പത്രോസ് വീണുപോയി, നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് അവനെ ശാസിച്ചു, അവന്റെ അല്പവിശ്വാസത്തെ ശാസിച്ചു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്, കർത്താവ് ഭൂമിയിലേക്ക് വന്നത്, അത്ഭുതങ്ങൾ ചെയ്തത്, രോഗസൗഖ്യം ചെയ്തത്, അതിശയങ്ങൾ ചെയ്തത്, മരിച്ചവരെ ഉയർപ്പിച്ചത് ഒന്നും താൻ ദൈവമായതുകൊണ്ടല്ല. അല്ല, താൻ ദാസനായിട്ടാണ് വന്നത്, പൂർണ്ണദാസനായിട്ട്, പരിപൂർണ മനുഷ്യനായിട്ടാണ് വന്നത്. ആ മനുഷ്യ രീതിയിലുള്ള പ്രവൃത്തി അല്ലാതെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം എന്ന രീതിയിൽ തനിക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ അനുവാദമില്ല. ഒന്നും ചെയ്യാൻ അനുവാദമില്ല. ഞാൻ കുറച്ച് ശക്തമായിട്ട് ഞാൻ പറയുന്നു, ഒന്നും ചെയ്യാൻ അനുവാദമില്ല. കാരണം ദാസന്റെ വേലയാണ് ചെയ്യേണ്ടത്. ദാസനായിട്ടാണ് വന്നത്. ഇതിനാണ് ഞാൻ ആദ്യം നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വന്നത് ദാസനായിട്ടാണ്, ദാസരൂപത്തിലാണ് എന്ന് ഞാൻ അനേകം വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം അപ്പോസ്തലന്മാരും അത് തന്നെ ചെയ്തു. എന്തുകൊണ്ടാ? ഇവിടെ കർത്താവ് പറഞ്ഞില്ലേ, ഞാനും പിതാവ് ഒന്നാവുന്നു. ഫിലിപ്പോസിനോട് പറഞ്ഞില്ലേ, പിതാവ് നിങ്ങൾ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞാല് കർത്താവായി യേശു ക്രിസ്തു എന്ന ദാസന്റെ മനുഷ്യനായ ദാസന്റെ മേൽ ആരുണ്ട്? ആ ദാസന്റെ മേൽ ദൈവമുണ്ട്. ദൈവത്തിന്റെ ശക്തി ആവർത്തിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിക്കുന്നുണ്ട്. ഇനി കർത്താവായി യേശു ക്രിസ്തുവിനെ ഒരുത്തൻ പിൻഗമിച്ചാലോ? കർത്താവായി യേശു ക്രിസ്തുവിനെ ഒരുത്തൻ പിൻഗമിച്ച് കർത്താവിന്റെ വഴികളിൽ നടക്കുകയും ദൈവത്തോടു കൂടി ജീവിക്കുകയും ചെയ്താൽ അവന്റെ ഉള്ളിൽ ആര് വസിക്കുന്നുണ്ട്? ക്രിസ്തു വസിക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ച് അറിവിൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ? എത്ര വാക്യങ്ങളുണ്ട്. ആ ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ കർത്താവ് അതിന് അനുവാദം കൊടുത്തിട്ടുള്ള കാലഘട്ടത്ത്, ഇപ്പോഴല്ല, ഇപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി വരങ്ങളൊന്നും ഇന്നില്ല. കാരണം ഇന്ന് അങ്ങനെയല്ല ദൈവം ലോകത്തെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാൽ ഇന്ന് അനേകര് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച രോഗസൗഖ്യം വരുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നുണ്ട്. എന്ത് ചെയ്യട്ടെ, അതൊക്കെ വേറെ വിഷയം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവും കർത്താവും വസിക്കുന്നത് കൊണ്ട് തന്നെ ആ മനുഷ്യർക്ക്, 12 അപ്പോസ്തലന്മാർക്ക് അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് കർത്താവായ യേശു ക്രിസ്തു ചെയ്തതിലും വലുത് ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളാകട്ടെ, അടയാളങ്ങളാകട്ടെ, രോഗസൗഖ്യങ്ങളാകട്ടെ, അതിശയങ്ങളാകട്ടെ, വീര്യപ്രവൃത്തികളാകട്ടെ, ഇതൊന്നും തന്റെ ദൈവത്വത്തിന്റെ ശക്തി ഉപയോഗിച്ച് ചെയ്തതല്ല. ഒരു സാധാരണ മനുഷ്യന് ദൈവബന്ധത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ദൈവാത്മാവുള്ള ഒരു മനുഷ്യന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന്, ദൈവം ഹൃദയത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയോടുകൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് പിന്നെ തന്റെ പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്നല്ല, അതായത് കർത്താവ് അനുവാദം കൊടുത്തിരിക്കുന്ന കാലത്തോളവും ദൈവം ക്രിസ്തു വസിക്കുന്നതായിരിക്കുന്ന മനുഷ്യർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വന്നാൽ ചെയ്യുവാനുള്ളതായിരിക്കുന്ന ശക്തിയുണ്ട്, കൃപയുണ്ട്. ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ മനുഷ്യത്വത്തിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുകയില്ല. ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ രോഗസൗഖ്യമൊന്നും ഇല്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. രോഗസൗഖ്യമൊന്നും ദൈവം നൽകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം കള്ളത്തരങ്ങളാണ്. അതെല്ലാം ചതിയാണ്, വഞ്ചനയാണ്. ഈ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഈ ഉപദേശങ്ങളെല്ലാം ചതിയാണ്. അതാര് ചെയ്താലും
ഞാൻ പറയുന്ന ഒരു രോഗി കിടപ്പായി കഴിയുമ്പോൾ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ രോഗി സൗഖ്യമാകാൻ തക്കോണം ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കില്ലേ? ഇന്നും സൗഖ്യമാക്കും. ഇന്നും ആ വിധത്തിൽ ഒരു വിടുതലുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് തന്നെ നമ്മുടെ കർത്താവ് ചെയ്തോളൂ എന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അത് തന്നെ ചെയ്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്നു. ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്നു. ദാസന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തി എന്നാണ്. ക്രൂശിലെ മരണത്തോളം എന്നൊക്കെ പറഞ്ഞാൽ അതതിന്റെ അർത്ഥം. അത്രത്തോളം താഴ്ത്തി, ദാസനെ പോലെ അനുസരിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തൊക്കെയും താൻ ചെയ്തതെല്ലാം ഒരു ദാസ്യവൃത്തിയെ ചെയ്ത്, ഒരു ദാസൻ ചെയ്യേണ്ടുന്ന കാര്യമേ ചെയ്തുള്ളൂ. അല്ലാതെ അമാനുഷികമായിരിക്കുന്ന കാര്യങ്ങളല്ല ചെയ്തത്. ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്തുള്ളൂ. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്തുള്ളൂ. എന്നാൽ അപ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ദാസനായിരുന്നു. മനുഷ്യർക്കും തന്നെ ദാസനായി കാണിച്ച ശുശ്രൂഷിപ്പാനായിട്ട് വന്നവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇത് അവഗണിക്കരുത്. അതുകൊണ്ട് കർത്താവ് കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, പിതാവിനോട് അപേക്ഷിച്ചു, മരണത്തിന് നീക്കുപോക്കുണ്ടാവുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പലപ്പോഴും പലപ്പോഴും മരണവേദന പോലെ അതിദുഃഖിതമായി നിലവിളിച്ചു, അല്ലേ? അതുകൊണ്ട് തന്നെ ആ കർത്താവ് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കണം ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവാത്മാവുള്ള, ദൈവം ഉള്ളിൽ വസിക്കുന്ന ഒരു മനുഷ്യന്, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുള്ളായിരിക്കുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങളെ നമ്മുടെ കർത്താവ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ദാസരൂപം എന്തായിരുന്നു എന്നുള്ളത് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ മൂന്നാമതായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദാസന്റെ ഭാവി മഹത്വം. ഈ ദാസരൂപം എടുത്ത് ദൈവത്വം ഉരിഞ്ഞു വെച്ചു, മാറ്റി കളഞ്ഞു, എന്നിട്ട് താഴേക്ക് വന്നേ. പലരും ചിന്തിക്കുന്നതേ അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം ആ മഹത്വമെല്ലാം, ആ ദൈവമഹത്വം എല്ലാം വീണ്ടും എടുത്ത് ധരിച്ചു. ആ ഉരിഞ്ഞു വെച്ചതെല്ലാം വീണ്ടും ധരിച്ച് ഇപ്പൊ ഇരിക്കുകയാണ്. ഞാൻ അതാ താഴേക്ക് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഈ ദാസന്റെ, അതായത് ദാസവേഷത്തിൽ വന്ന ഈ ക്രിസ്തുവിന്റെ ഭാവി മഹത്വം എന്താണ് എന്ന് ഞാൻ മൂന്നാമതായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നോക്കിക്കേ, അവിടെ പറഞ്ഞത് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. എന്താ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം? ഈ ദാസനായിരിക്കുന്ന മനുഷ്യനെ, ദൈവത്തിന്റെ ദാസനായി ഭൂമിയിൽ വന്നായിരിക്കുന്ന ഈ മനുഷ്യനെ എന്തുമാത്രം ഉന്നതിയിലേക്ക് ഉയർത്താൻ പോകുന്നു എന്ന് ആർക്കറിയാമായിരുന്നു? ക്രിസ്തുവിനറിയാമായിരുന്നു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തേക്ക് ഉയരുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവായി യേശു ക്രിസ്തു ക്രൂശിലെ നിന്ന പരിഹാസം, ക്രൂശിലെ അപമാനം എല്ലാം സഹിക്കുവോളം തന്നെ താഴ്ത്തിയത് ആ അവസ്ഥയിൽ തന്നെ, ദാസൻ എന്ന അവസ്ഥയിൽ തന്നെ, ദൈവത്തിന്റെ ദാസൻ എന്ന അവസ്ഥയിൽ തന്നെ തനിക്ക് ആ സ്ഥിതിയിൽ വരാനിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. ആ സ്ഥിതിയിൽ വരാനിരിക്കുന്ന ഒരു മഹത്വം ഉണ്ട്. പിന്നെയും ദൈവമായി ദൈവരൂപത്തോട് അനുരൂപപ്പെട്ടെങ്കിൽ ദൈവിക പഴയ അവസ്ഥയിലേക്ക് പോയിട്ട് വരുന്ന മഹത്വം അല്ലത്. ഈ ദാസ്യാവസ്ഥയിലിരിക്കുന്ന ഈ മനുഷ്യന് ആ അവസ്ഥയിൽ നിന്ന് ഉയർച്ച കിട്ടാനായിട്ട് പോകുന്ന, ആ സ്ഥിതിയിൽ നിന്ന് ഉയർത്താനായിട്ട് പോകുന്ന ആ ഭാവി മഹത്വമോട് ഓർത്തിട്ട് ക്രൂശിനെ അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കുക. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 1 പത്രോസ് അതിന്റെ 1-ാം അധ്യായം 11-ാം വാക്യം. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്, അവരിലുള്ള എന്ന് പറഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാരിലെ പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിന്റെ
അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് ആരാഞ്ഞു നോക്കി. പ്രവാചകന്മാർക്ക് എന്ത് മനസ്സിലായി? ദാസ്യരൂപത്തിൽ വരുന്ന, ദാസവേഷത്തിൽ വരുന്ന, കേവല മനുഷ്യനായി തീരുന്ന ഈ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു, ഈ മനുഷ്യപുത്രനായിരിക്കുന്ന ക്രിസ്തു, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. കർത്താവ് എന്താ എപ്പോഴും തന്നെ കുറിച്ച് മനുഷ്യപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ദാനിയേലിന് വെളിപ്പെട്ട രംഗം അത്. ദാനിയേല് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ അർത്ഥം അവിടെ പറയുന്നത്. മനുഷ്യപുത്രനായിട്ട്, കേവലം മനുഷ്യനായിട്ട് കർത്താവ് ജനിച്ചെന്നേ, അല്ലാതെ ദൈവശക്തി കൊണ്ടല്ല ഇവിടെ 33 വർഷം ജീവിച്ചത്. അത് പറയാൻ വിട്ടാ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ. കർത്താവിന് അറിയായിരുന്നു ഈ ദാസവേഷത്തിൽ വന്ന് താൻ അനുഭവിക്കുന്ന ഈ നിന്നയും പരിഹാസവും കഷ്ടവും എല്ലാം സഹിച്ചു കഴിയുമ്പോൾ അതേ സ്ഥിതിയിൽ നിന്ന്, മനുഷ്യൻ എന്ന അവസ്ഥയിൽ, ഞാൻ പിന്നെയും ഒന്നും കൂടെ പറയട്ടെ, ഈ സ്ഥിതി അങ്ങ് മാറി വീണ്ടും ദൈവരൂപത്തിലേക്ക് മാറുന്നു എന്നല്ല ഇവിടെ പറയുന്നത്. അതൊക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ പറയുന്നത് ഈ മനുഷ്യനായി ഇത്രത്തോളം താഴ്ന്നാൽ ആ മനുഷ്യനെ ദൈവം എത്രത്തോളം മാനിക്കും, എത്രത്തോളം ഉയർത്തും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചു പ്രവാചകന്മാർ. ആ ദാസനെ എത്രത്തോളം ഉയർത്തും, മാനിക്കും എന്നുള്ളത് മുമ്പിൽ കൂട്ടി പ്രവാചകന്മാര് സാക്ഷീകരിച്ചു എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം നമ്മൾ ആദ്യം വായിച്ച ഭാഗമാണെങ്കിലും ഞാൻ ഒന്നുകൂടെ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കട്ടെ. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കാമേ, ശ്രദ്ധിക്കുക. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം. താഴ്ചയുടെ പടികൾ കണ്ടോ? 1, 2, 3, 4 എന്ന് പറഞ്ഞങ്ങ് താഴ്ത്തിയ കർത്താവായ യേശു ക്രിസ്തു തന്നെ താഴ്ത്തിയ ആ താഴ്ചയുടെ പടികളെ കുറിച്ചാണ് അവിടെ കാണുന്നത്. മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ഇനിയാ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ ദാസന് വരുന്ന ഭാവി മഹത്വം എന്താണെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. എങ്ങനെ ഉയർത്തിയെന്ന്? ഞാൻ കഴിഞ്ഞ നിത്യതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു, സകലവും സൃഷ്ടിച്ച ദൈവമായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഭൂമിയിൽ വന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്ഥിതിയിലേക്ക് വീണ്ടും ആക്കി തീർത്തു എന്നല്ല ഇവിടെ പറയുന്നത്. ഇത് ദൈവത്തിന്റെ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന പഠനത്തിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ശരിയായ രീതി കിട്ടാത്തതുകൊണ്ടാണ്. ആ ദൈവമഹത്വത്തിലേക്ക് താൻ വീണ്ടും ആയി തീർന്നു അല്ല പറയുന്നത്. ഈ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് താഴ്ന്ന ഈ അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ദൈവം എന്തുമാത്രം ഉയർച്ച കൊടുക്കുമോ, ഒരു മനുഷ്യന് ദൈവം എന്തുമാത്രം ഉയർച്ച കൊടുക്കുമോ, ആ ഉയർച്ചയുടെ പരിപൂർണത, പാരമ്യത, അതിലേക്ക് ആരുയരും? ക്രിസ്തു ഉയരും. അതവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങിയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അത്രത്തോളം ഈ താഴ്ന്ന ഈ അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് സകല നാമത്തിനും മേലായ നാമം, എല്ലാ അധികാരത്തിനും മേലായ അധികാരം എല്ലാം തന്റെ കാൽ കീഴിലാക്കി ആ യേശുവിനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെ മടങ്ങിയിട്ട് ആ മനുഷ്യനായ ക്രിസ്തുവിന്റെ മുമ്പിൽ, മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ, ദാസനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ, ഞാനത് പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാ, ദൈവമായ യേശു ക്രിസ്തുവിന്റെ മുമ്പിലല്ല, ദാസനായി താഴ്ത്തിയ ആ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും ആദോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും.
ഒക്കെയും മടങ്ങി എല്ലാ നാവും യേശു കർത്താവെന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. ആ ദാസനെ എത്രമാത്രം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ മനസ്സിലായോ? ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങളോട് വായിക്കട്ടെ. ഞാൻ ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരു വേദഭാഗം കൂടെ, ആ കർത്താവിന്റെ മഹത്വത്തിന്റെ ഉയർച്ച, മനുഷ്യൻ എന്ന നിലയിൽ താഴ്ത്തിറങ്ങി വന്ന ക്രിസ്തുവിന് അതേ മനുഷ്യൻ എന്ന നിലയിൽ ദൈവം എത്രത്തോളം മാനിക്കും, ഉയർത്തും, ഉന്നത പദവി നൽകും എന്നുള്ളതിന് ഒരു വേദഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 20 മുതലായിരിക്കുന്ന വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഇതൊക്കെ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞാണ്. എങ്ങനെ? മേലെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ, നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്നറിയണം, നിങ്ങളുടെ വിളിയാലുള്ള പ്രത്യാശ എന്നറിയണം, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാതനം എന്നറിയണം, അവന്റെ ബലത്തിൻ വലുപ്പത്തിൽ വ്യാപരിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം എന്നറിയണം എന്നൊക്കെ പറഞ്ഞ് പ്രാചീന പറയും. അങ്ങനെ നിങ്ങളിൽ വ്യാപരിക്കുന്ന ഇതേ ശക്തി, അതേ ശക്തി വ്യാപരിച്ച ഒരു മുൻ മനുഷ്യനുണ്ട്. അങ്ങനെ ആ മുൻ മനുഷ്യൻ ആരാന്നറിയോ? ക്രിസ്തു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിന് അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കർത്താവിലും നമ്മൾ വ്യാപരിക്കുന്ന അതേ ശക്തിയാണ് ഈ ദാസനായി വന്ന കർത്താവിൽ വ്യാപരിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ആ വ്യാപരിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാവോ? ആ കർത്താവിനെ ഉയർത്തി 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 ഒരു മനുഷ്യ നിലയിൽ താഴ്ന്നിറങ്ങി വന്ന ആ കർത്താവിനെ ആ മനുഷ്യ നിലയിൽ ഉയർത്താൻ എത്രത്തോളം ദൈവത്തിന് പറ്റുമോ അത്രത്തോളം ആ കർത്താവിനെ ഉയർത്തിയെന്ന, അല്ലാതെ പണ്ടായിരുന്ന ആ ദൈവിക ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ അവസ്ഥയിലേക്ക് തന്നെ തിരികെ ചേർത്തു എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. ആ താഴ്ന്നിറങ്ങി വന്ന മനുഷ്യനെ ഉയർത്തി ഉയർത്തി എവിടെ വരെ കൊണ്ടുപോയി? ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത്, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കാനുള്ള അധികാരം കൊടുത്തു. ഒന്നാമത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിന് അത്യന്തം മീതെ ഇരുത്തുകയും അതിന് ഇനി ക്രിസ്തുവിന്റെ നാമം, മനുഷ്യനായ ക്രിസ്തുവിന്റെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ, ദാസനായ ഭൂമിയിൽ വന്ന ക്രിസ്തുവിന്റെ ആ നാമത്തിന് മീതെ വേറൊരു നാമം ഉയരാതെ വണ്ണം ആ മനുഷ്യനെ, ആ ആ മനുഷ്യപുത്രനെ ദൈവം, പിതാവായിരിക്കുന്ന ദൈവം അതേ അവസ്ഥയിൽ അത്രത്തോളം ഉയർത്തി എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ ലോകത്തിലും വരുവാനുള്ളതിലും എല്ലാത്തിനും മീതെ എല്ലാത്തെയും തന്റെ കാൽച്ചൂട്ടിലാക്കി വെച്ച് തന്നെ സകലത്തിനും അധികാരിയാക്കി വെച്ചു. എന്തുകൊണ്ട്? താൻ ദൈവത്തിന്റെ ദാസനായി അനുസരിപ്പാൻ തക്കവണ്ണം ദൈവമഹത്വത്തിൽ ഇരുന്നിട്ട് ആ മഹത്വം മാറ്റിവെച്ച് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നതുകൊണ്ട് ആ മനുഷ്യത്വത്തെ ഉയർത്തി, ആ മനുഷ്യനെ ഉയർത്തി 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 സകലത്തിനും മീതെ അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കിയിട്ടോ അത് കർത്താവിന് മാത്രമുള്ള മഹത്വമാണോ? അത് കർത്താവിന് മാത്രമുള്ള ഉയർച്ചയാണോ? നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ കർത്താവിന് മാത്രമുള്ളതാണെന്ന്. അങ്ങനെയല്ല. നിങ്ങൾ ഓർക്കുക, എല്ലാത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ശരീരമായ സഭ ഏതാ? മണവാട്ടിയായ സഭയ്ക്കല്ല. ആ മണവാട്ടിയായ സഭ യഹൂദനാണ്. ശരീരമായ സഭയ്ക്ക്, ഈ കൃപായുഗ വിശ്വാസികളായിരിക്കുന്ന നമുക്കും അതേ പദവി, അതേ മഹത്വം, അവന്റെ രൂപത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണം മുന്നേമിച്ചുകൊണ്ട് അതേ തേജസ്സിലേക്ക് തേജസ് പ്രാപിച്ച് കയറുവാൻ തക്കവണ്ണം അതേ ശക്തി, അധികാരം ആ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിന് എന്തെല്ലാം അധികാരവും എന്തെല്ലാം വാഴ്ചയും എന്തെല്ലാം കൽക്കീഴിലാക്കി വെച്ചോ അതെല്ലാം ആർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ശരീരമായ സഭയ്ക്ക്, ശരീരമാകുന്ന സഭയ്ക്ക്. നോക്കിയേ, പൗലോസിന് വെളിപ്പെട്ട ആ മഹാമർമ്മ ശരീരമാകുന്ന സഭ. 12 അപ്പോസ്തലന്മാർക്ക് ശരീരമാകുന്ന സഭ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവരോട് ഇത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് പൗലോസിന് വെളിപ്പെട്ട മർമ്മ. ഈ സഭയ്ക്കാണ് ഈ മഹത്വമൊക്കെ കൊടുക്കുന്നത്, അല്ലാതെ യഹൂദന്മാർക്കല്ല, മണവാട്ടി സഭയ്ക്കല്ല. ശരീരമാകുന്ന സഭയ്ക്ക് ക്രിസ്തുവിന് കൊടുത്ത എല്ലാ മഹത്വം കൊടുക്കും. അപ്പൊ ക്രിസ്തുവിന് മാത്രമാണോ ഉയർത്തി 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 എല്ലാ നാമത്തിലും മേധായ നാമം കൊടുത്ത് എല്ലാം കാൽച്ചൂട്ടിലാക്കി വെക്കുന്ന ക്രിസ്തുവിനെ മാത്രമാണോ? അല്ല. ക്രിസ്തുവിന്റെ കാൽച്ചൂട്ടിൽ വെച്ചതെല്ലാം തന്റെ ശരീരമാകുന്ന സഭയുടെ കാൽച്ചൂട്ടിലും വെച്ചിരിക്കുക. എന്താ കാരണം അറിയാമോ? ക്രിസ്തു ശിരസ്സും നാം ശരീരവുമാണ്. ശിരസ് പ്രാപിച്ചതായിരിക്കുന്ന അധികാരം, മഹത്വം, തേജസ്, ശിരസിന്റെ ശക്തി എല്ലാം അങ്ങുയരത്തിലേക്ക് ചെല്ലുമ്പോൾ ശരീരവും കൂടെ പങ്കിടുകയാണ്, തുല്യമായി പങ്കിടുകയാണ്. നിങ്ങൾക്കൊരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾക്ക് ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ദൈവവചനത്തിലെ കാര്യം, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതല്ല. അതാ ശരീരമാകുന്ന സഭയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇത് ഭൂലോകത്തിലെ ഒരു മനുഷ്യർക്കും കിട്ടുകയില്ല. ഞാൻ പറയട്ടെ, പഴയ നിയമ വിശുദ്ധന്മാർക്ക് പോലും, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, അല്ലെങ്കിൽ അതിനെയും പുറകോട്ട് പോയിക്കോ, അവർക്ക് പോലും കിട്ടുന്നതല്ല. ഇത് ശരീരമാകുന്ന സഭയ്ക്ക് കിട്ടുന്ന മഹത്വം. ക്രിസ്തു എന്ന മനുഷ്യനെ ഉയർത്തി 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 എത്രത്തോളം ഉന്നതത്തിലെത്തിച്ചോ, ആ അവസ്ഥയിൽ മനുഷ്യരായിരിക്കുന്ന നമ്മളെയും, വീണ്ടെടുക്കപ്പെട്ട നമ്മളെയും ഉയർത്തി 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 ആ ക്രിസ്തുവിന്റെ സകല ശക്തി അധികാരവും നമുക്ക് പങ്കിട്ട് നൽകും. ഇതാണ് കർത്താവ്, ഈ ദാസന്റെ ഭാവി മഹത്വം, ദാസന്മാരായ നമ്മുടെയും ഭാവി മഹത്വം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവായി യേശു ക്രിസ്തുവിനല്ല സകല ന്യായവിധിയുടെ അധികാരം കൊടുത്തിരിക്കുന്നത്. സകല ന്യായവിധി, ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, എനിക്കറിയാമല്ലോ. എന്തുകൊണ്ടാ പിതാവ് ആരെയും ന്യായവിധിക്കാതെ? ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പുത്രൻ മനുഷ്യനായി തീർന്നുകൊണ്ടാ. പുത്രൻ മനുഷ്യനായി മനുഷ്യനെ വീണ്ടെടുത്തുകൊണ്ടാ. മനുഷ്യനായി തീർന്നു മനുഷ്യനെ വീണ്ടെടുത്തുകൊണ്ടാ. ന്യായവിധിയുടെ മുഴുവൻ അധികാരവും മനുഷ്യനായി തീർന്ന, ദാസനായി തീർന്ന ഈ 2000 വർഷം മുമ്പ് വന്ന ക്രിസ്തു എന്ന ആ മനുഷ്യപുത്രനുള്ളത്. ആ മനുഷ്യപുത്രൻ അപ്പോഴും ചിന്തിക്കരുത് ദൈവമായതുകൊണ്ടാണ് ന്യായവിധിയുടെ അധികാരം കൊടുത്തത്, മനുഷ്യനായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, പൗലോസ് നമ്മളോട് പറയുന്നത് എന്താറിയാമോ? നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? ലോകത്തെ ഈ ദൂതന്മാരെയൊക്കെ വിധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മളും ഒപ്പം പങ്കിടുക. ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്കും ഇതേ അധികാരം, സ്ഥാനമാനങ്ങൾ, മഹത്വം എല്ലാം കൊടുത്തുകൊണ്ട് ന്യായവിധിയൊക്കെ കൊടുത്ത് കർത്താവ് മനുഷ്യനായതുകൊണ്ടാണ്. ആ മനുഷ്യാവസ്ഥയിലാണ് ആ ഒരു കാലഘട്ടം വരെ, എന്ന് പറഞ്ഞാൽ കാലം അവസാനിക്കുന്നത് വരെ ആ മനുഷ്യ അവസ്ഥയിലാണ് നമ്മുടെ കർത്താവ് തുടരുന്നത്, ജീവിക്കുന്നത്. സ്വർഗത്തിലായാലും 1000 ആണ്ട് ഭൂമിയിലായാലും എപ്പോഴെവിടെയാണെങ്കിലും ആ മനുഷ്യാവസ്ഥയുടെ ആ സ്ഥിതിയിൽ, അതിൽ ദൈവം എത്രത്തോളം ഒരു മനുഷ്യനെ ഉയർത്താൻ കഴിയുമോ ആ ഉയർച്ചയിലും ആ അധികാരത്തിലുമാണ് ഒരു കാലത്തോളം, അതായത് കാലങ്ങൾ അവസാനിക്കുന്നവരെ, കാലസമ്പൂർണത വരെ. അത് കഴിഞ്ഞ് നിത്യത ആരംഭിക്കും. അത് ഞാനിപ്പോ പറയാം. കാലസമ്പൂർണത വരെ ക്രിസ്തു ആ മനുഷ്യാവസ്ഥയിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഉയർച്ചയുടെ ഏറ്റവും അത്യുന്നത പദവി അലങ്കരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദാസനായി വന്നതിന്റെ മഹത്വം കണ്ടോ? നിങ്ങൾ കണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാസന്റെ റോൾ പൂർത്തിയാകാനായിട്ട് പോകുന്നു. എപ്പോൾ? ഈ ദാസനായി വന്ന് മനുഷ്യനായി ഉയർത്തി, മനുഷ്യനായി വന്ന് താഴ്ത്തി, ആ താഴ്ത്തിയ കർത്താവിനെ ഉയർത്തി ഉയർത്തി ഇനിയും 1000 ആണ്ടിലൊക്കെ ആ മനുഷ്യൻ എന്ന നിലയിൽ കർത്താവിനെ ഉയർത്തിയതിന്റെ വിവിധ തലങ്ങൾ നമ്മൾ കാണും. 1000 ആണ്ട് മാത്രമല്ല, അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ന്യായവിധിയിലൊക്കെ നമുക്കത് കാണാം. എന്നാൽ ആ റോൾ അവസാനിക്കാനായിട്ട് പോകുന്നു. പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മുടെ കർത്താവ്, ദൈവത്തോടു കൂടെ ഇരുന്ന സ്ഥിതിയിലേക്ക് വീണ്ടും നമ്മുടെ കർത്താവ് മടങ്ങാനായിട്ട് പോകുന്നു. എപ്പോൾ? ഞാനൊരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 15-ാം അധ്യായം. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 15-ാം അധ്യായം 20 മുതൽ 28 വരെ ഉണ്ടായിരിക്കുന്ന വാക്യം. കുറച്ച് വലിയ വാക്യമാണ്, ശ്രദ്ധിക്കണം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആദ്യമായിട്ട് ഉയർത്തവൻ, അല്ലെങ്കിൽ ഇനി മരണത്തിലേക്ക് തിരിയാതെ വണ്ണം ഉയർത്തവൻ നമ്മുടെ കർത്താവാണ്. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. ഇവിടെയൊന്നും നമ്മുടെ വേർപ്പില്ലാട്ടോ. ഇവിടെ നമ്മുടെ വേർപ്പ് കൊരിന്ത്യ ലേഖനം 15 അധ്യായമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉയർപ്പിന്റെ നിരയൊക്കെ ഇട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണം. ഇവിടെയൊന്നും നമ്മുടെ വേർപ്പ് പറഞ്ഞിട്ടില്ല. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ഒലിവുമലയിൽ വരുമ്പോൾ ക്രിസ്തുവിനുള്ളവർ ഉയർന്നു നിൽക്കുന്ന കാര്യം പറയുന്നത്. പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ അന്ത്യന്യായവിധിക്കായിട്ട് സകല ദുഷ്ടന്മാരും ഉയർന്നു നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അന്ന് പിന്നെ അവസാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അന്ത്യന്യായവിധിയും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ തൻ്റെ ആ മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ, മനുഷ്യനായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ താൻ താഴ്ന്നിറങ്ങി വന്ന് മനുഷ്യകുലത്തെ രക്ഷിച്ച്, അതുകൊണ്ട് ദൈവം അവനെ മാനിച്ച് ഉയർത്തി 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 എത്രത്തോളം വലിയ പദവി അലങ്കാരത്തിലേക്കും അംഗീകാരത്തിലേക്കും ഉയർത്തിയോ ആ സ്ഥിതിക്ക് മാറ്റം വരും. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും, എന്ന് പറഞ്ഞാൽ
എല്ലാ വാഴ്ച അധികാരവും അവസാനിക്കുന്നപ്പോഴാ സാത്താൻ എന്നേക്കുമായിട്ട് നിത്യ നരകത്തിലേക്ക് തള്ളുമ്പോൾ. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്ക് അധികാരത്തിന് ശക്തിക്ക് നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാവുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങുള്ളൂ. സാത്താനെ കൊന്നു കഴിഞ്ഞെങ്കിലേ മരണമില്ലാതെയുള്ളൂ. മരണമില്ലാതെയാവുന്നത് എവിടെയാ? പുതിയ ആകാശം പുതിയ ഭൂമിയിൽ. മരണം ഇനിയില്ല, കണ്ണുനീരില്ല, അറിയില്ലേ? അവിടെയാ. 1000 ആണ്ടിൽ എന്തുണ്ട്? മരണം ഉണ്ട്. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴടക്കി കൊടുത്തവൻ ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ഒഴികെ, പിതാവായ ദൈവം ഒഴികെ, പിതാവായ ദൈവമാണ് എല്ലാം മനുഷ്യനായി തീർന്ന ക്രിസ്തുവിനെ മനുഷ്യൻ എന്ന നിലയിൽ ഉയർത്തി എല്ലാം കീഴടക്കി കൊടുത്തത്. ആ കീഴടക്കി കൊടുത്തതിൽ ഒരു വ്യക്തിത്വം മാത്രമേ മാറിയിരിക്കുന്നുള്ളൂ. അത് പിതാവായ ദൈവമാണ്. ആ സകലത്തെയും കീഴടക്കി കൊടുത്തവൻ ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ആർക്ക്? കീഴടക്കി കൊടുത്തവനായിരിക്കുന്ന ആ ക്രിസ്തുവിന്, ആ യേശു ക്രിസ്തുവിന് മനുഷ്യനെന്ന നിലയിലുള്ളായിരിക്കുന്ന ആ തൻ്റെ മഹത്വത്തിന്റെ പരിപൂർണതയിൽ തനിക്കെല്ലാം കീഴ്പ്പെട്ട് വന്ന ശേഷം, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴടക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഇതൊക്കെ അനേകരെ കുഴപ്പിച്ച വാക്യങ്ങളാണ്. ഒരു കുഴപ്പിക്കലുമില്ല. വളരെ സിമ്പിളാണ്. പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. വളരെ സിമ്പിളാണ്. ഇവിടെ പറഞ്ഞ പിതാവായിരിക്കുന്ന ദൈവം എല്ലാം പുത്രന്റെ കാൽ കീഴിലാക്കി, എല്ലാം പുത്രന്റെ കാൽ കീഴിലാക്കി ഭരിക്കാനായിട്ട് പുത്രനെ ചുമതലപ്പെടുത്തി, ന്യായം വിധിക്കാനായിട്ട് പുത്രനെ ചുമതലപ്പെടുത്തി. അതെല്ലാം മനുഷ്യൻ എന്ന നിലയിലുള്ള അവസ്ഥയാണ് പുത്രന്റെ. ദൈവം എന്ന നിലയിലുള്ള അവസ്ഥയല്ല. ആ അവസ്ഥയിൽ ഇതെല്ലാം ഏൽപ്പിച്ച് കൊടുത്തു. എല്ലാം കീഴടക്കി കൊടുത്തു. കീഴടക്കി കൊടുത്ത പിതാവായ ദൈവം ഒഴികെ ബാക്കിയെല്ലാം കീഴടക്കി കൊടുത്തു. എന്നിട്ട് പറയാ, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം, എപ്പോഴാണ്? അടുത്ത നിത്യതയുടെ സമയമാവും അപ്പോഴേക്കും. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും, പിതാവായ ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ആ മനുഷ്യ അവസ്ഥയിൽ നിന്ന്, മനുഷ്യസ്ഥിതിയിൽ നിന്ന് മനുഷ്യൻ ആയി വന്ന് ഉയർച്ച പ്രാപിച്ചിരിക്കുന്ന, മഹത്വം ധരിച്ചിരിക്കുന്ന, ശക്തി ധരിച്ചിരിക്കുന്ന, സകലവും കീഴടക്കി ഭരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് പുത്രൻ എന്ത് ചെയ്യും? ഇതെല്ലാം പിതാവിന്റെ കരങ്ങളിലേക്ക് തിരികെ ഏൽപ്പിച്ചിട്ട് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടി. പുത്രൻ താനും കീഴ്പ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ചെറിയ ദൈവമായിരിക്കുന്നല്ല എൻ്റെ അർത്ഥം. പണ്ട് എങ്ങനെയായിരുന്നു? ദൈവശബ്ദമായിരുന്ന, ദൈവം സൃഷ്ടിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശബ്ദം ഇതിന് കാരണമായി തീർന്ന ആ ശബ്ദത്തിന്റെ ഉടമ ആരോ? ദൈവവചനമായിരിക്കുന്ന, ലോഗോസ് ആയിരിക്കുന്ന ദൈവം, ആ പുത്രനായിരിക്കുന്ന ക്രിസ്തുതാനും ആ പഴയ നിത്യതയിൽ സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ ആ ഏകസത്യ ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് താനും ഒന്നായി ചേരും. അതുവരെ ഈ മനുഷ്യ രൂപത്തിലുള്ളതായിരിക്കുന്ന 2000 വർഷം മുമ്പുള്ള താഴ്ചയും അതിനുശേഷമുള്ളതായിരിക്കുന്ന ഉയർച്ചയും, ആ ഉയർച്ചയിലൂടെ ദൈവം അവന് കൊടുക്കുന്നതായിരിക്കുന്ന അനുഗ്രഹീത പദവികളുമാണ് താൻ കൈയാളുന്നത്. അതിനുശേഷം മാത്രമേ താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മാറ്റി വെച്ചിറങ്ങി വന്ന ആ പൂർവ്വസ്ഥിതിയിലേക്ക് അതിനുശേഷം മാത്രമേ താൻ പ്രവേശിക്കുകയുള്ളൂ. അതുവരെ ക്രിസ്തു ഉയർച്ച പ്രാപിക്കുന്നത്, ഉയർച്ച അനുഭവിക്കുന്നത്, ഭരിക്കുന്നത്, കീഴടക്കുന്നത്, എല്ലാം കീഴ്പ്പെടുന്ന എല്ലാം മനുഷ്യൻ എന്ന നിലയിൽ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടാണ്. അതിനുശേഷം എല്ലാം തനിക്ക് കീഴടക്കി കൊടുത്തവനെ തിരികെ ഭരമേൽപ്പിച്ചിട്ട് താനും ആ പഴയ നിത്യതയുടെ അവസ്ഥയിൽ ഒന്നായിത്തീരും. ഇതാണ് ക്രിസ്റ്റോളജി. ഇത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ക്രിസ്തുശാസ്ത്രം. എൻ്റെ പ്രിയമുള്ളവരെ, തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ ഇതുപോലെ അനേക മർമ്മങ്ങൾ മറഞ്ഞിരിക്കുന്നു. രഹസ്യങ്ങളുടെ കലവറയാണ്. ദൈവം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സത്യം പ്രകാശിപ്പിച്ചു തരട്ടെ. ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ എവരെയും സഹായിക്കട്ടെ. ഏകദേശം 1 മണിക്കൂറോളമായി ക്ഷമയോടെ കേൾക്കുമല്ലോ. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാൻ ഒരു നല്ല
വിഷയം നല്ല ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയില്ല. അതും എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.